തിരിച്ച് വരുന്ന ഒരു കാൽക്കുലേഷൻ അപ്ഡേഷൻ അല്ലെങ്കിൽ ജ്യോതിഷം അപ്ഡേഷൻ എന്ന് പറയുന്നതിൽ ഇപ്പോഴൊരു ടെക്നോളജിയുടെ ഒരു കാലമാണ്. ഈ ഇപ്പോൾ ഉള്ള ഒരു ടെക്നോളജിയോ എയോ വെച്ച് ഇതിലൊരു അപ്ഡേഷൻ വരുത്താനുള്ള ഒരു സാധ്യത സാറ് കാണുന്നില്ലേ? തീർച്ചയായിട്ടും അപ്ഡേഷൻസ് ഒത്തിരി വരണം. കാരണം ഇപ്പൊ ആചാര്യ ഭാസ്കരൻ പ്രഭാസ തീർത്ഥത്തില്, ഇപ്പോഴത്തെ പാറ്റ്നയില് പാടലീപുത്രത്തില് പ്രഭാസ തീർത്ഥം എന്ന് പറയുന്ന ഒരു ഒരു തടാകമോ അതുപോലെ ഒരു ജലദേശമാണ്. ജലാശയത്തിന് സമീപം നിന്നുകൊണ്ട് ശൂന്യാകാശത്തിലേക്ക് നോക്കി നിന്ന് പഠിച്ചിരിക്കുക. ചൊവ്വയുടെ റേസ് ഭൂമിയിലെ ജീവജാലങ്ങളെ, സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ 365.268 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷം എന്നൊക്കെ അക്കാലത്ത് കണ്ടുപിടിച്ചെങ്കിലും ഈ ഭൂമിക്ക് വന്നിരിക്കുന്ന രൂപവ്യത്യാസവും ഒക്കെ നമ്മൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസങ്ങളെ കണക്ക് കൂട്ടിയിട്ട് ജ്യോതിഷത്തിന്റെ നിയമങ്ങൾക്കും കണക്കുകൾക്കും ഒക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ശ്ലോകങ്ങൾക്ക് പോലും പരിണാമം സംഭവിക്കുന്നു. അഗസ്ത്യനാടിയും പറയുന്നത് അത് തന്നെയാണ്. അഗസ്ത്യനാടിയും പലപ്പോഴും അഗസ്ത്യനാടിയുടെ സൂക്ഷ്മതയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങളും അത് തന്നെയാണ്. പല ശ്ലോകങ്ങളും കാലഹരണപ്പെട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിന് ഉചിതമല്ല, അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. രാഹുകേതുക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുത്തേണ്ടതുണ്ട് ഒരുപാട്. അതിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഒരുപാട് പേരുടെ പലപ്പോഴും ഈ രാഹുകേതുക്കളുടെ ദിവസ വ്യത്യാസം അല്ലെങ്കിൽ മണിക്കൂർ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇത്ര മണി ഇന്ന ദിവസം ഇത്ര മിനിറ്റിന് അല്ല ഇത്ര നാഴി വിനാഴിയൊക്കെയാണ് രാഹുകേതു അതിന്റെ പുറകിലേക്കുള്ള സഞ്ചാരമാണല്ലോ ഓരോ രാശിയിലും. അത് വരുന്നതെന്ന് കൂട്ടുമ്പോൾ അതിന് ചിലപ്പോൾ മിനിറ്റുകൾ പുറകിലേക്കാണ്. അഗസ്ത്യനാടിയിലൂടെ ആ സമയത്തുള്ള ജാതകം ആരുടെയെങ്കിലും വിരൽ പതിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളത്. ഞാൻ അത്രയും റിസർച്ച് അഗസ്ത്യനാടിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റിസർച്ച് സ്റ്റഡിയാണ്, പക്ഷെ ഒരു വ്യക്തിയുടെ ഒരു റിസർച്ച്. കാരണം താങ്കൾക്ക് 30 വർഷം അടുപ്പിച്ചുള്ള ഒരു പരിചയമുണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ പല പല സിറ്റുവേഷൻ സാർ മനസ്സിലാക്കി കാണും. ആ ഒരു റിസർച്ചിൽ നിന്നുള്ളൊരു എന്തെങ്കിലും നല്ലൊരു പാറ്റേണോ എന്തെങ്കിലും ഒരു ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനാകുമോ? ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചത്? 2 തരത്തിൽ. ഒന്നെന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരുടെ ഡേറ്റാബേസ് എന്നുള്ള രീതിയിൽ ആ ഒരു പഠനത്തിന്റെ ഒരു മുഖ്യ 4-5 ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തികൾ ഈ ഒരു 4-5 ഗുണം കാണുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ 4-5 ഗുണം കാണുന്നതാണ്. ഈ വ്യക്തികൾ ഈ ഒരു ഏരിയയിൽ ശോഭിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ പറയാൻ അത് സാത്വികരും ഇപ്പൊ ആസുരിക ശക്തികൾ വളരെ കൂടുതലാണ്, ദുഷ്ടശക്തികൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് ദുഷ്ടശക്തികളാണ്. നല്ല മനുഷ്യരായാൽ നല്ല മനുഷ്യരിലും ആപേക്ഷികമായി ദുഷ്ടശക്തികളുടെ വിശേഷമുണ്ട്. ദുസ്വഭാവം കൂടുതൽ. ദുസ്വഭാവം എന്ന് പറയുമ്പോൾ ആസുരികതയുണ്ട്, ദോഷവശങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോഴോ ഭൂമിയിൽ ഇപ്പൊ മൊത്തം നോക്കുമ്പോൾ 90% ദോഷവശങ്ങൾ, ദോഷശക്തികൾ, ദുഷ്ടശക്തികൾ ഓരോ വ്യക്തിയിലും ഓരോ സമൂഹത്തിലും ഓരോ രാജ്യത്തിലും ഓരോ തരം സമ്പ്രദായങ്ങളിലും ഓരോ തരം ആചാരങ്ങളിലും ഓരോ തരം സംസ്കാരങ്ങളിലും എല്ലാം രചിച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തു നോക്കിയാലും ആളുകൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ നോക്കിയാലും എല്ലാ ദോഷവശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. എല്ലാം ഹിംസാത്മകമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കൊല്ലുന്നതും അവന്റെ മനസ്സിനെ കൊല്ലുന്നതും എല്ലാം ഹിംസയാണ്. അപ്പൊ എവിടെയും ഹിംസാത്മകമായ നീക്കങ്ങൾ, എല്ലാം സംഹാരത്തിന്റെ ഒരു ഭാവമാണ് നിൽക്കുന്നത്. അപ്പൊ 90% ആസുരിക ശക്തികളും 10% മാത്രം ദൈവിക ശക്തികളും നിലനിൽക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ വളരെ 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 സൂക്ഷ്മമായിട്ട് വേണം നീങ്ങാൻ. ഏകദേശം 2300 വർഷങ്ങളായിട്ടുണ്ട് ആസുരിക ശക്തികൾ ഭൂഗോളത്തിൽ ഏറ്റവും കൂടുതൽ കൂടിയിട്ട്. അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്ന കാലയളവാണിത്. ഈ 2026 ഇതിലൊരു പരിവർത്തന ഘട്ടത്തിന്റെ ആരംഭമാണ്. ഇവിടെ നിന്ന് മാറ്റം സംഭവിക്കുമെന്നാണ്. 2026 അതിശക്തമായ ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഒരുപാട് ഹിംസാത്മകമായ പ്രസ്ഥാനങ്ങളെല്ലാം തകർന്നു വീഴും. വിഭാഗീയത ചിന്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നശിക്കാൻ തുടങ്ങും. ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു ആശയം ഏറ്റവും പൂർണ്ണതയുടെ ആശയമാണ്. ഇതല്ലാതെ ഇന്ന വിഭാഗങ്ങളെ ഇങ്ങനെ അങ്ങനെയുള്ളവരെ നിലനിൽക്കാവും, ഇതെല്ലാം വിഭാഗീയത, ഇതെല്ലാം ആസുരീയതയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിർത്തുന്ന ആശയങ്ങളും സാഹചര്യങ്ങളും കുറേയേറെ എല്ലാ 90% ഇല്ലാതാണ്. ഇനി ഒരു 6000 വർഷം ദൈവികതയുടെ കാലയളവാണ്. അപ്പോൾ ആസുരീയ ശക്തികളെല്ലാം മാറും.
ദൈവിക ശക്തികൾ വർദ്ധിക്കും. ആസുരീയ ശക്തികൾ അപ്പോഴും ഒരു 10% കാണും. 90% ദൈവിക ശക്തികളായി മാറും. ഇനി ഒരു 6000 വർഷം അതിന്റെ കാലയളവായിരിക്കും. ഇപ്പോഴും 90% ആസുരികതയും 10% ദൈവികതയുമാണ്. മനുഷ്യരിൽ, പൂജാരിമാരിൽ, സന്യാസിമാരിൽ, ഇങ്ങനെ സർവരിലും ഇതൊക്കെ തന്നെയാണ്. ശകലം ഇച്ചിരി വ്യത്യാസം കൂടിയെന്നിരിക്കാം, ഒരു ആസുരീയതയ്ക്ക് ശകലം കുറവ് വന്നെന്നിരിക്കാം. എന്നുള്ളത് പൂർണ്ണമായിട്ടും ദൈവികതയുള്ളവർ എന്ന് വെച്ചാൽ അത്രയും സൂക്ഷ്മതയുള്ളവരെന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറവാണ്. അത് എല്ലാ കാര്യങ്ങളിലും, ജന്തുക്കളിലും മനുഷ്യരിലും അങ്ങനെയൊക്കെ. വൃക്ഷങ്ങളിൽ പോലും വിഷഭാവം വളരെ കൂടുതലാണ്. അപ്പൊ അതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിപ്പോ മാറി ദൈവികത 90%, ആസുരീയത 10%ആയിട്ട് കുറയും. അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ. അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വർഷമാണ് നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നത് 2026 എന്ന് പറയുന്നത്. ഇനിയിപ്പോഴും ഇങ്ങനെ വരും. ഇപ്പോൾ തന്നെ ആയുർവേദം അനുസരിച്ചുള്ള പരമ്പരാഗതമായ വൈദ്യന്മാർക്കറിയാം. ഇപ്പൊ അഭയാരിഷ്ടം എടുക്കുന്നു. അഭയാരിഷ്ടത്തിൽ ഇത്ര മാത്രം കടുക്ക ചേരണമെന്നാണ് ആചാര്യന്മാര് 2000-3000 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ പാരമ്പര്യ വൈദ്യന്മാരെന്തോ എടുത്തിരുന്നു. അതിനകത്ത് വരുന്ന വ്യത്യാസത്തിനെ കുറിച്ച് അവരൊരു ഗവേഷണം തുടർന്നതിനാൽ പിതാവ് പുത്രനിലേക്കും മാതാവ് മക്കളിലേക്കും ഇങ്ങനെ പകർന്ന് സമ്പ്രദായം നിലനിന്നിരുന്നത് കൊണ്ട് അമ്മാവൻ അനന്തരവരിലേക്കും ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന സമ്പ്രദായത്തിലൂടെ വന്നപ്പോൾ ഇങ്ങനെയാണ് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ കടുക്ക ഇത്ര അളവിൽ ചേർക്കരുത്, അവർക്ക് ധാതുക്ഷയം സംഭവിക്കും. ഇത് ഞാനും പഠിച്ചതാണ്. അതുകൊണ്ട് ഗ്രന്ഥത്തിൽ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഗ്രന്ഥത്തിൽ പറയുന്നതിനനുസരിച്ച് ചെയ്യാതെ പൂർവികരാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരാകുന്ന ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നതനുസരിച്ച് ആ വ്യത്യാസം അനുസരിച്ച് അവർ പറഞ്ഞു തന്ന വ്യത്യാസം അനുസരിച്ച് ആ കടുക്ക ചേർക്കരുത്. പക്ഷെ ഇപ്പം ഈ പരമ്പരാഗതമായ വൈദ്യത്തിന്റെ നാശത്തോടുകൂടി കോഴ്സുകൾക്ക് പോകുന്നവർ ആ ഗ്രന്ഥം നോക്കിയിട്ട് അതുപോലെ കടുക്ക ചേർക്കും, അതോടുകൂടി അത് നശിക്കും. അപ്പോൾ ആ കഴിക്കുന്നവന് നാശം ഉണ്ടാകും. അതുപോലെ തന്നെ കഷായ കൂട്ടുകളിൽ നിന്ന് വളർന്ന് ഒരു പ്രോഗ്രസീവ് എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാവുന്ന ഓരോ ഇലകൾ മാത്രം കഴിച്ചാൽ മതി, ഈ ഇലയിൽ ഇന്ന ഗുണമുണ്ട്, അതുകൊണ്ട് ആ ഇല കഴിക്കും എന്നുള്ള ലെവലിലേക്ക് ഒറ്റമൂലി സമ്പ്രദായം കഷായം കഴിക്കുന്നതിൽ നിന്ന് വളർന്ന് പിന്നെ വന്നിട്ട് ഈ പലവിധ ഇലകളും ചെടികളും കൂട്ടി ഉണ്ടാക്കുന്ന ഔഷധരസം ഒരുമിച്ച് ഒരേ ഒരു പ്രത്യേക ഇലയിലുണ്ടെന്ന്, ആ ഇല കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വളർച്ച, ഒരു ശുഭകരമായ പരിണാമം ആയുർവേദത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്നാണ് ഈ ഒറ്റമൂലി സമ്പ്രദായങ്ങളും ഇല കഴിക്കലുകളും അങ്ങനെയുള്ള കൊച്ചു കൂട്ടുകളൊക്കെ. അപൂർവമാണ് പിന്നീട് വന്നവർ കഷായം പറഞ്ഞത്. പക്ഷെ ആ സമ്പ്രദായം പാരമ്പര്യ വൈദ്യന്മാരുടെ കയ്യിൽ നിന്ന് പോയി. എന്നുവെച്ചാൽ പാരമ്പര്യ വൈദ്യന്മാർക്ക് വംശനാശം സംഭവിച്ചു. പലതരത്തിലുള്ള ആധുനികരുടെ ഇടപെടലുകളും ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്തായി, വീണ്ടും പക്ഷേ കഷായക്കൂട്ടുകളിലേക്ക് ഓടാൻ തുടങ്ങി, വൻകിട കഷായങ്ങളൊക്കെ വയ്ക്കാൻ തുടങ്ങി. ഈ കഷായങ്ങൾ കൊണ്ട് പരമാവധി രോഗങ്ങൾ മാറുന്നില്ല. ഈ കഷായം നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്, അതിനകത്ത് ബെൻസോയിക് ആസിഡും മറ്റ് പ്രിസർവേറ്റീവ്സ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് ഇഫക്റ്റ് മനുഷ്യ ശരീരത്തിന് ഉണ്ടാകാൻ തുടങ്ങി. പാരമ്പര്യ വൈദ്യന്മാര് ഇലകളും കൊച്ചു ചെറിയ 1-2 മരുന്നുകളുടെ അരച്ച കൂട്ടുകളൊക്കെ കൊടുത്തിട്ട് മാറ്റാനാണ് ശ്രമിച്ചിരുന്നത്. അത് മാറുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത സ്റ്റേജിൽ അതിന് ഉപോദ്ബലകമാക്കി ഒക്കെയാണ് കഷായം കൊടുത്തിരുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള നേരിട്ട് കഷായങ്ങൾ കൊടുക്കും. ഇവർക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ഇത്രയും കാലങ്ങൾ കൊണ്ട് നേടിയ വിഷയവിജ്ഞാനം ഇല്ലാത്തതിനാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഗവേഷണ ബുദ്ധിയോടുകൂടി നീങ്ങുന്നവരും കുറവാണ്. പിന്നെ സംസ്കൃതത്തിന്റെ ബന്ധവും കുറഞ്ഞു. സംസ്കൃതത്തിലും തമിഴിലുമാണ് അതിന്റെ എല്ലാ ആയുർവേദത്തിന്റെ എല്ലാ രഹസ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. തമിഴും വേണ്ട സംസ്കൃതവും വേണ്ടെന്നായപ്പോൾ പിന്നെ ഇപ്പൊ എല്ലാ കൂട്ടുകളും ആയുർവേദ ഡോക്ടർമാരും ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക. അതിന്റെ ആ പേരുകൾ പോലും അത് വായിക്കാനും ഒക്കെയില്ല. ഇതിനു മുന്നേ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സാറിനെ കാണുന്ന ഒരു വ്യക്തിക്ക് അവരുടെ പ്രായം എന്തോ ആകട്ടെ, 40 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ, ആ വ്യക്തി അവരുടെ ബാക്കി പത്രമായ ജീവിതം കുറച്ചുകൂടി സൂക്ഷ്മമായി ജീവിക്കാൻ വേണ്ടി, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഇപ്പം സാറിനോട് അഭിപ്രായം ചോദിക്കുന്നെങ്കിൽ സാർ അവർക്ക് എന്ത് ഉപദേശം കൊടുക്കും? നിർബന്ധമായിട്ടും ധ്യാനം ശീലിക്കണം. ധ്യാനമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ധ്യാനം ഏറ്റവും മുഖ്യമായിട്ട് ചെയ്യണം. അതപ്പോൾ അവരവർക്ക് ഇണങ്ങുന്ന സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക. അത് ഒരു പ്രത്യേക സമ്പ്രദായം മാത്രം ഇണങ്ങുകയുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ധ്യാനം പഠിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രശ്നം, പല സന്യാസിമാരും അവർക്ക് ഏതാണോ ഉചിതമായി ഇണങ്ങിയത് അത് തന്നെ എല്ലാവരിലും അടിച്ചേൽപ്പിക്കുക. അത് പാടില്ല. എല്ലാ വിധത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങളും പറഞ്ഞു കൊടുക്കുക. അത് നിന്റെ മനസ്സിന്റെ ഘടനയ്ക്ക് അനുസരിച്ച്, മുന്നിലിരിക്കുന്ന ശിഷ്യന്റെ മനസ്സിന്റെ ഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കുക.
അതേ ധ്യാന സമ്പ്രദായം ഒരു ഘട്ടം കഴിയുമ്പോൾ നിനക്കിപ്പോൾ ഗുണകരമായി തോന്നുന്ന സമ്പ്രദായം മറ്റൊരിക്കൽ മോശമാകാനും സാധ്യതയുണ്ട്. അല്ലെ, നിനക്കത് അരോചകത്വമാകാം, നിനക്കതുകൊണ്ട് കൂടുതൽ ബോധസൂക്ഷ്മത ഉണ്ടാകുന്നില്ല എന്ന് വരാം. അതുകൊണ്ട് നിനക്ക് അപ്പോൾ മാറി സ്വീകരിക്കാൻ മറ്റൊരു സമ്പ്രദായം എന്നുള്ള സ്വാതന്ത്ര്യവും കൊടുക്കണം. അപ്പോൾ ഞാൻ പിടിച്ച മുകളിൽ 3 കൊമ്പെന്ന് ചിന്തിക്കാതെ ശിഷ്യന് വന്നിരിക്കുന്നവന് ഏത് തരത്തിലുള്ള ധ്യാന സമ്പ്രദായം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കെൽപ്പ് ഗുരുവിനുണ്ടായിരിക്കണം. ഇങ്ങനൊരു വ്യക്തി സാറിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവർക്ക് പറ്റിയ ധ്യാന സമ്പ്രദായം പറഞ്ഞു കൊടുക്കും. അത് കഴിയുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ മക്കളെ നിനക്ക് ഇങ്ങനെയാണ് മാറ്റമെങ്കിൽ അതിനനുസരിച്ച് നീ വേറൊരു സമ്പ്രദായം സ്വീകരിച്ചോണം. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസങ്ങളിലുമായിട്ട് നിനക്ക് എല്ലാവിധ ധ്യാന സമ്പ്രദായവും ശീലിപ്പിക്കും. അത് നിനക്ക് കൂടുതൽ ഗുണകരമായി തോന്നിയത് ഏതാണോ അതിലേക്ക് നീ പൊക്കോണം എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിന് അപ്ഡേഷൻ എപ്പോഴെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുക്കൽ വരണം, ചോദിക്കണം, സംശയം തീർക്കണം എന്ന് പറയും. ചില ധ്യാന സമ്പ്രദായങ്ങൾ നമ്മൾ ശീലിക്കുമ്പോൾ അത് ആ ധ്യാന ശൈലിയോടുള്ള വെറുപ്പ് ഒരു അരോചകത്വം തോന്നുന്നത് അതിന്റെ അവിടെ വരുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ജീവനുള്ള ഗുരുവിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാവാം. അപ്പോൾ ജീവനുള്ള ഗുരു അവിടെ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്ത് അവനെ രക്ഷിക്കുമ്പോൾ മിക്കവാറും ആ സമ്പ്രദായം തന്നെ അവന് ഗുണകരമായെന്ന് ഇരിക്കാം. അതല്ലെങ്കിൽ പുതിയൊരു ധ്യാന സമ്പ്രദായം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ശീലിപ്പിക്കാൻ സജ്ജനായിരിക്കണം. സജ്ജമായ ഒരു മനസ്സോടുകൂടി, ചിന്തയോടുകൂടി, ബുദ്ധിയോടുകൂടി, ചിത്തത്തോടുകൂടി. മനസ്സും ചിത്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കുന്ന ഒരാളായിരിക്കണം പൂർണ്ണനായ ഒരു ആത്മീയ ഗുരു. സാർ പറഞ്ഞ ഒരു വളരെ പ്രധാനമായ ഒരു പോയിന്റാണ് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു, ജീവനുള്ള ഒരു ഗുരു. ജീവനുള്ള ഗുരുവിന് മാത്രമേ വ്യക്തിയുടെ ജീവിതത്തിനെ രക്ഷിക്കാൻ. ഓരോ കാലയളവിലും ജീവനുള്ള ഗുരുക്കന്മാര് വളരെ പരമപ്രധാനമാണ്, കാലോചിതമായിരിക്കും. ഇപ്പൊ ബുദ്ധന്റെ കാലയളവിലെ നീക്കങ്ങളല്ല, ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന പല സമ്പ്രദായങ്ങളും ഇന്ന് അതേപോലെ എടുത്തു വെച്ചിരുന്നാൽ ആ കാലയളവിലെ ജനത്തിന്റെ മനസ്സല്ല, ഘടനയല്ല, ഒന്നുമല്ല. ഇപ്പൊ രജോ ഗുണത്തിന് തന്നെ എത്രയോ ഉപതലങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. രജോ ഗുണം ഏതൊക്കെ തരത്തിലാണ് പ്രകാശിപ്പിക്കുന്നത്. തമോ ഗുണം നോക്കൂ. ഇപ്പൊ ഏതോ ഒരു സിനിമയിൽ ഒരിക്കലും എവിടെയോ ഞാൻ സിനിമ കണ്ടിട്ട് വർഷങ്ങൾ ഒരുപാടായി, 2 വ്യാഴവട്ടക്കാലത്തിന് മേലെയായി. എങ്കിലും ഞാൻ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും എപ്പോഴും ഒരു ശകലം സിനിമ കാണുമ്പോഴേ ഈ വെന്റിലേഷനിലൂടെ ഒരു പൈപ്പ് ഒരു ആളുടെ വായിലേക്ക് കടത്തി വെച്ചിട്ട് ആ വെന്റിലേഷനിലൂടെ ആ വിഷം കടത്തി വിട്ടിട്ട് അയാളെ കൊല്ലുന്നു വായിലേക്ക്. ഉറങ്ങി കിടക്കുന്ന ആളെങ്ങനെ വിഷം കഴിച്ചു. അപ്പൊ അത്രമാത്രം ഹിംസാത്മകതയ്ക്ക് പുതിയ നൂതനത്വം കണ്ടെത്തുക, സാങ്കേതിക വിദ്യകളും എല്ലാം വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ തമോ ഗുണവും രജോ ഗുണവും പ്രകാശിപ്പിക്കാൻ എന്തെല്ലാം പുതിയ പദ്ധതികൾ പഠിപ്പിക്കുന്നു സിനിമാക്കാർ പോലും ജനത്തിനെ. അങ്ങനെ പിന്നീട് ആരൊക്കെയോ കൊല്ലുകയും ചെയ്തു. അപ്പോഴേ ഇപ്പൊ എന്തോ ഒരു പുതിയ ഒരു എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അതിന് കുറെ ബ്ലോഗർമാരും യൂട്യൂബർമാരും പറയും നിങ്ങൾ ഏതൊക്കെ തരത്തിൽ എപ്സ്റ്റീൻ ഫയൽസ് തുറന്നു കാണാം എന്ന് വെച്ചാൽ പുതിയ സമൂഹത്തിനെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന് പുതിയ കുട്ടികൾക്ക് ബാലപാഠം കൊടുക്കുകയാണ് അവരുന്നത്. എപ്സ്റ്റീൻ ഫയൽസ് ഒരു ഭീകരമായ കാര്യമാണെന്ന് അറിഞ്ഞിട്ട് അത് കാണാതിരിക്കാനുള്ള പ്രചോദനം കൊടുക്കുകയല്ല, കാണണം എന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയൊക്കെ എവിടെ കൂടെ ഒക്കെ തപ്പിയാൽ കാണാനൊക്കെ. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്നവരുടെ ആസുരികത എന്ന് ഓർത്ത് നോക്കൂ. സമൂഹത്തിൽ ഇങ്ങനെ കുറെ അസുരന്മാരുന്ന് കുഞ്ഞുങ്ങളെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു, വലിയവരെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വ്യാപിപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി പ്രത്യേക പ്രചോദനം നൽകുന്ന വീഡിയോകൾ ചെയ്യുന്നു. അപ്പൊ അവരെത്രയോ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണ്. ഇത്രമാത്രം വളർന്നിരിക്കുന്ന ഒരു സമൂഹത്തിൽ വളരെയേറെ സൂക്ഷിച്ച് വേണം മുന്നോട്ടുള്ള യാത്ര. അപ്പൊ അതിന് വേണ്ടുന്ന ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ധ്യാനം തന്നെയാണ് ശുദ്ധീകരിക്കപ്പെടും. സഞ്ജയൻ സാറിന്റെ ഇത്രയും വിലപിടിപ്പുള്ള സമയം നമുക്ക് വേണ്ടി നീക്കിവെച്ചു. വളരെ വളരെ സന്തോഷം. നമസ്കാരം.